അഖിൽമാരാരും ശോഭയും തമ്മിലുള്ള ഇഷ്യൂവിൽ ആരുടെ ഭാഗത്താണ് ന്യായം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഇപ്പൊ ഈ കള്ളക്കേസുകളാണല്ലോ. പണ്ട് ശോഭയ്ക്കെതിരെ ഒരു കള്ളക്കേസ് കുടുക്കി, കഞ്ചാവ് ഇവളുടെ സ്ഥാപനത്തിൽ കൊണ്ടുവച്ചിട്ട് ഇവളെ കള്ളക്കേസിൽ കുടുക്കി എന്ന് പറഞ്ഞിട്ട് വലിയ വിക്ടിം കാർഡ് കളിച്ച് മറ്റേ പൊതുമധ്യത്തിലേക്ക് വരാൻ ശ്രമിച്ച ഒരുത്തിയാണ് ശോഭ. നിനക്ക് അനുകൂലമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളും അവരുടെ നീയുമായി ബന്ധപ്പെട്ടിട്ട പല കാര്യങ്ങളും എനിക്ക് വിളിച്ച് പറയേണ്ടി വരും. അത് നിനക്ക് തന്നെ കൂടുതലും മോശമായി മാറത്തതേ ഉള്ളൂ എന്ന്. ഇതെന്താണ് ഈ വിഷയം? നീ എന്തുകൊണ്ട് ഇതിനകത്ത് മാനനഷ്ടത്തിന് പോകുന്നില്ല? അപ്പൊ മാനനഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ തെളിവുകൾ വരും. തെളിവുകൾ വരുന്ന സമയത്ത് ഈ ചാരിറ്റിയും തട്ടിപ്പും എല്ലാം കുടുങ്ങും. അതുകൊണ്ടായിരിക്കും. അല്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ പേഴ്സണലി പോയി ചോദിക്കുക എന്തുകൊണ്ട് ധന്യാരാമനെതിരെ ഈ ഇതിന് കൊടുത്തില്ല. അപ്പൊ ക്ലിയർ അല്ലേ? പുള്ളി ഫസ്റ്റ് കേസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശോഭയുടെ പണ്ടത്തെ ഒരു കേസ് അത് കള്ളക്കേസാണെന്ന് പറഞ്ഞ് ശോഭ വിക്ടിം കാർഡ് എടുത്തു. എന്താണ് പബ്ലിക്കിലോട്ട് വരാൻ വേണ്ടി വിക്ടിം കാർഡ് എടുത്തു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ എന്താണ് പറഞ്ഞത്? ശോഭ ബിഗ് ബോസിലുള്ള ഒരാൾ പുള്ളിക്ക് ഒരു സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, അത് ഞാൻ പുറത്തിറക്കി എല്ലാവരോടും പറയും, അപ്പം നിനക്ക് നാണക്കേടാവുമെന്ന് പറഞ്ഞ് പബ്ലിക്കിലോട്ടിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്താണ് പുള്ളി പറയുന്നത്? ശോഭയ്ക്കെതിരെ ഒരാൾ അലിഗേഷൻ ഇറക്കി, അവിടെ ചാരിറ്റിയൊക്കെ കള്ളത്തരം വന്നുകൊണ്ട് അലിഗേഷൻ ഇറക്കി. ആ അലിഗേഷൻ നീ കേസ് കൊടുക്കാത്തത് നീ ചാരിറ്റിയുടെ പിന്നിലുള്ള അഴിമതിയും പിന്നെ ഇതിൻ്റെ പല പല കണക്ഷൻസ് ഒക്കെ വെച്ച് നോക്കിയാൽ അതിൽ അഴിമതി കണ്ടെത്തും എന്നുള്ളതുകൊണ്ടാണ് നീ ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി പറയുക അതുകൊണ്ടായിരിക്കുമെന്ന്. ആദ്യം പറഞ്ഞു അതുകൊണ്ടായിരിക്കുമെന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫാൻസിനോട് പറഞ്ഞെന്താണ്, നിങ്ങളെന്നാ പോയി ചോദിക്കുക എന്തുകൊണ്ടാണ് നീ ഇതിനെതിരെ കേസ് കൊടുക്കാഞ്ഞ് നിങ്ങൾ പോയി ചോദിക്കാണ്. ഇവരെങ്ങനെ പോയി ചോദിക്കാനാ? സോഷ്യൽ മീഡിയ പോയി മെസ്സേജ് അയക്കും, കമൻറ്റ് ഇടും, ചീത്ത വിളിക്കും. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് പറയാണ് ഞാൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. എന്ത് കഷ്ടമാണ്.